ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 4ാമത്തെ പാഠമാണ്. പൂക്കാം കായ്ക്കാം എന്നാണ് ഈ പാഠത്തിന്റെ പേര്. ഇതിൽ നമ്മൾ ഫ്ലവേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പൂക്കളെ കുറിച്ച്, പൂക്കളുടെ ഘടനയെ കുറിച്ചൊക്കെയാണ് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പഠനം തുടങ്ങുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ടീച്ചറും കുട്ടികളും കൂടെ അവരുടെ ഗാർഡൻ നനയ്ക്കുന്ന ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലെ, പൂന്തോട്ടം നനയ്ക്കുന്ന ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഒരു കുട്ടി പറയുന്നത് നോക്കൂ, എല്ലാ പൂക്കളിൽ നിന്നും ഇതുപോലെ കായ്കൾ ഉണ്ടാകുമോ ടീച്ചർ? ഒരു പൂവിൽ നിന്ന് കായ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സംശയമാണല്ലേ, എല്ലാ പൂക്കളിൽ നിന്നും കായ ഉണ്ടാവുകയോ? ഇല്ല അല്ലെ. കുട്ടികളുടെ സംശയം ശ്രദ്ധിച്ചില്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. ഇല്ല, എല്ലാ പൂക്കളിൽ നിന്നും കായ്കൾ ഉണ്ടാകാറില്ല. കായ്കൾ ഉണ്ടാവാത്ത പൂക്കളും ഉണ്ട്. നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ചില പൂക്കളാണ് താഴെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ ഏതെല്ലാം പൂക്കൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? കൂട്ടുകാരുമായി ചേർന്ന് ചിത്രത്തിലെ പൂക്കൾ തിരിച്ചറിഞ്ഞെഴുതൂ. ആദ്യത്തെ പൂവ് മുക്കുറ്റിയാണ്, രണ്ടാമത്തേത് തുമ്പയാണ്, മൂന്നാമത്തേത് തൊട്ടാവാടിയാണ്, നാലാമത്തേത് കണിക്കൊന്നയാണ്. എല്ലാ പൂക്കളും ഒരുപോലെയല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്തൊക്കെ കാര്യങ്ങളിലാണ് അവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അവയുടെ നിറം, മണം, പിന്നെ അതുപോലെ ഇതളുകളുടെ എണ്ണം തുടങ്ങിയവയിലെല്ലാം വ്യത്യാസമുണ്ടല്ലേ. ചുറ്റുപാടുമുള്ള പൂക്കൾ നിരീക്ഷിക്കൂ, അവയുടെ വൈവിധ്യം തിരിച്ചറിഞ്ഞ് പട്ടിക പൂർത്തിയാക്കും. അപ്പൊ നമുക്കിവിടെ പൂവിന്റെ പേര്, അതിന്റെ നിറം എന്താണ്, മണം ഉണ്ടോ ഇല്ലയോ, ഒറ്റ പൂവായിട്ടാണോ അതോ പൂങ്കുലയായിട്ടാണോ കാണുന്നത്, ഇതളുകളുടെ എണ്ണം എന്നിവ എഴുതാനായിട്ടൊരു പട്ടിക തന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ പൂവ് റോസാപ്പൂവാണ്. റോസാപ്പൂവിന്റെ നിറം ചുവപ്പാണ്. ത്തിലുണ്ടെങ്കിൽ കോമൺ ആയിട്ട് കാണുന്നത് ചുവപ്പാണ്. മണം ഉണ്ട്, റോസാപ്പൂവിന് മണം ഉണ്ട്. പിന്നെ ഒറ്റ പൂവായിട്ടാണ് റോസാപ്പൂവ് കാണുന്നത്. ഇതളുകളുടെ എണ്ണം എന്താണ്? ധാരാളം ഇതളുകൾ ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് തെച്ചിപ്പൂവിന്റെ നോക്കാം. തെച്ചിയുടെ നിറം ചുവപ്പാണ്, മണമില്ല, അത് പൂങ്കുലയായാണ് കാണുന്നത്. ഇതളുകളുടെ എണ്ണം 4 ഇതളുകളാണ് ഉള്ളത്. അടുത്ത പൂവ് മുല്ലയാണ്. മുല്ലയുടെ നിറം വെള്ളയാണ്. മുല്ലയ്ക്ക് മണമുണ്ട്, അത് ഒറ്റ ആയാണ് കാണുന്നത്. ഇതളുകളുടെ എണ്ണം അട്ടിമുല്ലയാണെങ്കിൽ ധാരാളം ഇതളുകൾ ഉണ്ടായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ 5 ഇതളുകളായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ അടുത്ത പൂവ് താമരയാണ്. താമരയുടെ നിറം പിങ്കാണ്. താമരയ്ക്ക് മണമുണ്ട്, അത് ഒറ്റ പൂവായാണ് കാണുന്നത്. ഇതളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ധാരാളം ഇതളുകളുണ്ട് താമരയ്ക്ക്. നിങ്ങൾ നിരീക്ഷിച്ച വിവിധ പൂക്കളുടെ നിറം, മണം, ഇതളുകളുടെ എണ്ണം എന്നിവ വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കിയല്ലോ. പൂക്കൾക്ക് ഇതളുകൾ മാത്രമാണോ ഉള്ളത്? മറ്റു ഭാഗങ്ങളുമില്ലേ? ഉണ്ട്. അവ നിരീക്ഷിക്കൂ. നിരീക്ഷിച്ച എല്ലാ പൂക്കളിലും ഭാഗങ്ങൾ ഒരുപോലെയാണോ എന്ന് എഴുതുകയും വേണം. പൂക്കളുടെ ഭാഗങ്ങൾ. പൂക്കളുടെ ഭാഗങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അതിനായി ഒരു ചെമ്പരത്തി പൂവ് നിരീക്ഷിക്കുക. ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് പറയാൻ കഴിയുന്നുണ്ട്? അറിയാവുന്ന ഭാഗങ്ങൾ ചുവടെ നൽകിയിരിക്കുന്ന ചിത്രത്തിൽ രേഖപ്പെടുത്തൂ. ഇവിടെ ഒരു ചെമ്പരത്തി പൂവിന്റെ ചിത്രം തന്നിട്ടുണ്ട്. ചെമ്പരത്തി പൂവിന്റെ ഇതളിനെ നമ്മൾ ആദ്യം ദളം എന്നാണ് പറയാ. പിന്നെ ചെമ്പരത്തി പൂവിന്റെ ഞെട്ടിന് തൊട്ടു മുകളിലായിട്ട്, അതായത് ദളത്തിന് പൂവിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ടുള്ള ഈ ഒരു ഭാഗത്തെ നമ്മൾ വിതളം എന്ന് പറയുന്നു. പിന്നെ ഞെട്ട്, പൂഞ്ഞെട്ട്, ഇങ്ങനെ 3 ഭാഗങ്ങളാണ് നമുക്ക് നേരെ ഒറ്റയടിക്ക് കാണുമ്പോൾ പറയാനായിട്ടുള്ളത്. ഒരു പൂവിന്റെ പ്രധാന ഭാഗങ്ങളാണ് താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നത്. പട്ടിക വിശകലനം ചെയ്ത് പൂവിന്റെ പ്രധാന ഭാഗങ്ങളും അവയുടെ ധർമ്മവും സംബന്ധിച്ച് കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. നോക്കൂ മക്കളെ, ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് നോക്കൂ. പൂഞ്ഞെട്ട്. പൂഞ്ഞെട്ടിന്റെ ധർമ്മം എന്താണ്? പൂവിനെ തണ്ടുമായി ബന്ധിപ്പിക്കുന്നു എന്നതാണ് ധർമ്മം. പിന്നെ പുഷ്പാസനം. അത് നോക്കൂ, എവിടെയാണ് ഭാഗം എന്ന് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ. പുഷ്പാസനം. പൂവിന്റെ മറ്റു ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നു എന്നതാണ് ധർമ്മം. വിതളപുടം. കണ്ടോ, വിതളപുടം. വിതളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ്. പൂമൊട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. അതായത് മൊട്ടായിരിക്കുന്ന സമയത്ത് പുറത്ത് കാണുന്ന ആവരണമാണ് വിതളപുടം എന്ന് പറയുന്നത്. ദളപുടം. ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത് പൂവിന് ഭംഗിയും ആകർഷണവും നൽകുന്നു. കണ്ടോ, ദളപുടം ഏതാണെന്ന് കണ്ടോ. പിന്നെ അടുത്തത് കേസരപുടം. കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത് പൂവിന്റെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ് ഈ കേസരപുടം. ജനിപുടം. പൂവിന്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് ജനിപുടം. ജനിപുടത്തിൽ ഒന്നിലധികമോ ജനികൾ ഉണ്ടാകും. പൂവിന്റെ എല്ലാ ഭാഗങ്ങൾക്കും വ്യത്യസ്ത ധർമ്മങ്ങളാണുള്ളതെന്ന് പട്ടിക വിശകലനം ചെയ്തപ്പോൾ മനസ്സിലാക്കിയല്ലോ. പട്ടിക ചാർട്ട് പേപ്പറിൽ പകർത്തി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. നിരീക്ഷിക്കാം, പഠിക്കാം. പൂവിന്റെ ഓരോ ഭാഗവും സൂക്ഷ്മമായി നിരീക്ഷിച്ചാലോ. എന്തെല്ലാം സാമഗ്രികൾ വേണം അതിനാവശ്യമായ സാമഗ്രികൾ വ്യത്യസ്തമായ പൂക്കൾ, ഹാൻഡ് ലെൻസ്, ഫോർസെപ്സ്, വെള്ള പേപ്പർ എന്നിവയാണ്. ഓരോ പൂവും ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കൂ. പട്ടികയിലൂടെ തിരിച്ചറിഞ്ഞ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ നിരീക്ഷിച്ച പൂവിൽ കാണാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ നിരീക്ഷിച്ച ഒരു പൂവിന്റെ ഭാഗങ്ങൾ സൂക്ഷ്മമായി വേർതിരിച്ച്
ഒരു വെള്ള പേപ്പറിൽ വെച്ച് പ്രദർശിപ്പിക്കൂ. ടീച്ചറുടെ സഹായത്തോടെ ജനിപുടം നെടുകെ മുറിച്ച് ഭാഗങ്ങൾ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കൂ. നിങ്ങൾ പ്രദർശിപ്പിച്ച പൂവിൽ വിതളപുടം, ദളപുടം, കേസരപുടം, ജനിപുടം എന്നീ 4 ഭാഗങ്ങൾ കാണുന്നുണ്ടോ? കണ്ടെത്തലുകൾ ശാസ്ത്രപുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. നിങ്ങൾ നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോടെ ചെയ്തു നോക്കേണ്ട ഒരു പരീക്ഷണമാണ് കേട്ടോ. എന്താണ് പൂർണ്ണ പുഷ്പം എന്ന് നമുക്ക് നോക്കാം. വിതളപുടം, ദളപുടം, കേസരപുടം, ജനിപുടം എന്നീ 4 ഭാഗങ്ങളാണ് ഒരു പൂവിൽ പ്രധാനമായും കാണുന്നത്. ഈ 4 ഭാഗങ്ങളുമുള്ള പൂവിനെ പൂർണ്ണ പുഷ്പം എന്ന് വിളിക്കുന്നു. പ്രൊജക്റ്റ് ചെയ്യാം. എല്ലാ പുഷ്പങ്ങളും പൂർണ്ണ പുഷ്പങ്ങളാണോ? വീട്ടിലെയും സ്കൂളിലെയും വിവിധ ഇനം പൂക്കൾ നിരീക്ഷിക്കൂ. താഴെ കൊടുത്തിട്ടുള്ള പട്ടികയിൽ നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തൂ. അപ്പൊ നിങ്ങളൊരു പൂവ് എടുക്കുക. ആ പൂവിന് പൂഞ്ഞിട്ടുണ്ടോ, പുഷ്പാസനമുണ്ടോ, വിതളമുണ്ടോ, ദളമുണ്ടോ, കേസരപുടമുണ്ടോ, ജനിപുടമുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുക. അത് ഈ പട്ടികയിൽ രേഖപ്പെടുത്തുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പൂർണ്ണ പുഷ്പങ്ങൾ ഏതൊക്കെയാണെന്ന്. അതിനായി ഞാൻ ആദ്യം നിരീക്ഷിച്ച പൂവ് ചെമ്പരത്തിയാണ്. ചെമ്പരത്തിക്ക് പൂഞ്ഞിട്ടുണ്ട്, പുഷ്പാസനമുണ്ട്, വിതളം പച്ച നിറത്തിലാണ്, ദളം ചുവപ്പാണ്. അതായത് വിതളവും ഉണ്ട്, ദളവും ഉണ്ട്, കേസരപുടം ഉണ്ട്, ജനിപുടം ഉണ്ട്. പിന്നെ റോസിന് പൂഞ്ഞിട്ടുണ്ട്, പുഷ്പാസനമുണ്ട്, വിതളമുണ്ട്, ദളം ഉണ്ട്, ദളം എന്താണ് ധാരാളം ഉണ്ട്, കേസരപുടമുണ്ട്, ജനിപുടമുണ്ട്. പിന്നെ ജമന്തിക്ക് പൂഞ്ഞിട്ടുണ്ട്, പുഷ്പാസനമുണ്ട്, വിതളമുണ്ട്, പച്ച നിറമാണ്, ദളമുണ്ട്, ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ നിറമാണ്, കേസരപുടമുണ്ട്, ജനിപുടമുണ്ട്. അടുത്തത് മുല്ലയ്ക്ക് പൂഞ്ഞിട്ടുണ്ട്, പുഷ്പാസനമുണ്ട്, വിതളം ചെറിയ വിതളമാണ്, പച്ച നിറത്തിലാണുള്ളത്, ദളം വെള്ളയാണ്, പിന്നെ കേസരപുടം അതുണ്ട്, ജനിപുടവും ഉണ്ട്. പിന്നെ താമരയ്ക്കും പൂഞ്ഞിട്ടുണ്ട്, പുഷ്പാസനമുണ്ട്, വിതളമുണ്ട്, പച്ച നിറമാണ്, ദളമുണ്ട്, പിങ്ക് നിറമാണ്, കേസരപുടമുണ്ട്, ജനിപുടവുമുണ്ട്. പട്ടിക വിശകലനം ചെയ്യൂ. എന്തൊക്കെയാണ് നിങ്ങളുടെ നിഗമനങ്ങൾ? റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ ഒട്ടുമിക്ക ചെടികൾക്കും അല്ലെങ്കിൽ എല്ലാ ചെടികൾക്കും എന്തുണ്ട് മക്കളെ? ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലേ. പൂക്കാത്ത സസ്യങ്ങൾ. എല്ലാ ചെടികളും പുഷ്പിക്കുമോ? ഇല്ല. പൂക്കാത്ത ചെടികൾ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ഉണ്ടോ? നിരീക്ഷിച്ച് കണ്ടെത്തൂ. ധാരാളം ചെടികൾ ഉണ്ടല്ലേ പൂക്കൾ ഉണ്ടാവാത്തത്. സസ്യലോകത്ത് പൂക്കുന്ന സസ്യങ്ങൾ മാത്രമല്ല പൂക്കാത്തവയും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ചിത്രം നിരീക്ഷിച്ച് പൂക്കാത്ത സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കൂ. ആദ്യത്തേത് പൈൻ മരമാണ്, രണ്ടാമത്തേത് സൈക്കസ്, മൂന്നാമത്തേത് പന്നൽ. ഇവ കൂടാതെ പായലുകൾ പോലെയുള്ള ചെറു സസ്യങ്ങളും പുഷ്പിക്കാറില്ല. നിങ്ങളുടെ സ്കൂൾ ഉദ്യാനം സന്ദർശിച്ച് പൂക്കാത്ത സസ്യങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തി എഴുതൂ. പൂക്കാത്ത സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പൈന്, സൈക്കസ്, പന്നല്, പിന്നെ കറ്റാർവാഴ, മണി പ്ലാന്റ് തുടങ്ങിയവയൊക്കെ. അതുകൂടാതെ ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ വെക്കുന്ന ഒട്ടുമിക്ക അലങ്കാര ചെടികൾക്കും ഇൻഡോർ പ്ലാന്റ്സിനും ഒന്നും പൂക്കൾ ഉണ്ടാകാറില്ല അല്ലെ. നീലക്കുറിഞ്ഞിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, വായിക്കൂ. നീലപ്പൂക്കൾ കൊണ്ട് പശ്ചിമഘട്ട മലനിരകളെ മനോഹരമാക്കുന്ന ഒരു കുറ്റിച്ചെടിയാണ് നീലക്കുറിഞ്ഞി. സമുദ്രനിരപ്പിൽ നിന്നും 1200 മീറ്റർ ഉയരത്തിലുള്ള പുൽമേടുകളിലും ചോലവനങ്ങളിലുമാണ് ഇവ വളരുന്നത്. പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന വിവിധ ഇനം കുറിഞ്ഞികളിൽ ഒന്ന് മാത്രമാണ് നീലക്കുറിഞ്ഞി. ഇവ 12 വർഷത്തിലൊരിക്കൽ കൂട്ടമായി പൂവിടുന്നു. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ് ഇവയുടെ പൂക്കാലം. പൂവിന്റെ ധർമ്മങ്ങൾ. ചെടികളിൽ പൂക്കൾ ഉണ്ടാകുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം വിശകലനം ചെയ്ത് സസ്യങ്ങൾക്ക് പൂക്കൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തി ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. നമുക്ക് ചിത്രം കണ്ടാൽ തന്നെ അറിയാം. പൂവിൽ നിന്ന് നമുക്ക് കായ് തരുന്നു, കായിൽ നിന്ന് വിത്ത് ഉണ്ടാവുന്നു, വിത്തിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാവുന്നു. അക്കാര്യങ്ങൾ തന്നെ നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കണം. പൂവിൽ നിന്ന് ഫലം ഉണ്ടാകുന്നു, ഫലത്തിൽ നിന്ന് വിത്ത് ഉണ്ടാകുന്നു, വിത്തിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്നു. ഫലവും വിത്തും. പൂവിൽ നിന്ന് ഫലവും ഫലത്തിനുള്ളിലെ വിത്തിൽ നിന്ന് പുതിയ ചെടിയും ഉണ്ടാകുന്നുവെന്ന് ചിത്രീകരണത്തിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. എങ്ങനെയാണ് പൂവിൽ നിന്ന് ഫലവും വിത്തും ഉണ്ടാകുന്നത്? പ്രത്യുൽപാദനം വഴിയാണ് പൂവിൽ നിന്ന് ഫലവും വിത്തും ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ് പൂവിന്റെ പ്രത്യുൽപാദന ഭാഗങ്ങൾ? ഇതുവരെ മനസ്സിലാക്കിയ വിവരങ്ങൾ പ്രയോജനപ്പെടുത്തി എഴുതൂ. ആൺ പ്രത്യുൽപാദനാവയവം കേസരപുടമാണ്, പെൺ പ്രത്യുൽപാദനാവയവം ജനിപുടമാണ്. താഴെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിച്ച് കേസരത്തിന്റെയും ജനിയുടെയും ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കൂ. കണ്ടോ മക്കളെ, നമുക്ക് കേസരത്തിന്റെയും ജനിയുടെയും സ്ഥാനങ്ങൾ എവിടെയൊക്കെയാണ്, ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് തന്നിട്ടുണ്ട്. ഇനി അതിൽ തന്നെ കേസരത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? തന്തുകം, പരാഗി. ജനിയില് 4 ഭാഗങ്ങളുണ്ട്. പരാഗണസ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം, ഓവ്യൂൾ. ചെമ്പരത്തിപ്പൂവിന്റെ കേസരപുടം, ജനിപുടം എന്നിവ ഹാൻഡ് ലെൻസ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നിരീക്ഷിക്കൂ. കേസരപുടം എന്നാൽ എന്താണ്? കേസരങ്ങൾ ചേർന്നതാണ് കേസരപുടം. കേസരത്തിന് തന്തുകം, പരാഗി എന്നീ ഭാഗങ്ങളുണ്ട്. പരാഗിയിലെ അറകളിലാണ് പരാഗരേണുക്കൾ ഉള്ളത്. പുംബീജത്തെ അഥവാ ആൺബീജകോശത്തെ വഹിക്കുന്ന ഭാഗങ്ങളാണ് പരാഗരേണുക്കൾ. ജനിപുടം. പൂവിന്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് ജനിപുടം. ജനിയിൽ പരാഗണ സ്ഥലം
ജനിതണ്ട്, അണ്ഡാശയം എന്നീ ഭാഗങ്ങളുണ്ട്. അണ്ഡാശയത്തിനുള്ളിലെ ഓവ്യൂളിനുള്ളിലാണ് അണ്ഡം അഥവാ പെൺബീജകോശം കാണപ്പെടുന്നത്. ഇനി നമുക്ക് 4 ചോദ്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നതാണ് കേസരം? തന്തുകം, പരാഗി എന്നീ 2 ഭാഗങ്ങൾ ചേർന്നതാണ്. പരാഗരേണുക്കൾ കാണപ്പെടുന്നത് എവിടെയാണ്? പരാഗിയിലെ അറകളിലാണ്. ജനിയുടെ ഭാഗങ്ങൾ ഏതെല്ലാമാണ്? പരാഗണസ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം. പെൺബീജം കാണപ്പെടുന്നത് എവിടെയാണ്? അണ്ഡാശയത്തിലെ ഒവ്യൂളിനുള്ളിലാണ്. ജനിപുടം, കേസരപുടം എന്നിവയുടെ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. ഒരു ചെമ്പരത്തി പൂവിന്റെ ഛേദം വ്യക്തമാക്കുന്ന ചിത്രമാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അതിൽ ഭാഗങ്ങൾ അടയാളപ്പെടുത്തൂ. ആദ്യം വരുന്ന ഈ ഭാഗമാണ് പരാഗണ സ്ഥലം. ഇത് കേസരമാണ്. പിന്നെ ദളം, അടുത്തത് വിതളം, ദെൻ അടുത്തത് അതിന് താഴെയുള്ളത് ഒവ്യൂള്, അതിന് താഴെയുള്ളത് പുഷ്പാസനം, പിന്നെ പൂഞ്ഞെട്ട്. ചെമ്പരത്തി പൂവിന്റെ ഛേദം ശാസ്ത്ര പുസ്തകത്തിൽ വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തൂ. ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയങ്ങൾ ഉണ്ടാകുമോ? നിങ്ങളുടെ ഊഹം എന്താണ്? തീർച്ചയായും ഉണ്ടാകും. ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയങ്ങൾ കാണുന്ന പൂക്കളാണ് ചെമ്പകപ്പൂവ്, താമരപ്പൂവ്, സീതപ്പഴപ്പൂവ്, അരണമരപ്പൂവ് തുടങ്ങിയവ. നമുക്കവിടെ ചെമ്പകപ്പൂവിന്റെ ചിത്രം തന്നിട്ടുണ്ട്. അതിൽ അണ്ഡാശയങ്ങൾ എവിടെയാണ് എന്നും തന്നിട്ടുണ്ട്. ഒന്നിലധികം അണ്ഡാശയങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ചിത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പൂക്കളിലെ ആണും പെണ്ണും. പൂക്കളിൽ ആണും പെണ്ണും ഉണ്ടോ? ഉണ്ട് അല്ലെ? നിങ്ങൾ നിരീക്ഷിച്ച എല്ലാ പൂക്കളിലും കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ കാണുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ ഒരു പ്രവർത്തനം ഗ്രൂപ്പിൽ ചെയ്താലോ? അതിനാവശ്യമായ സാമഗ്രികൾ: വെണ്ട, മത്തൻ എന്നിവയുടെ പൂക്കൾ, ഹാൻഡ് ലെൻസ്. വെണ്ടയുടെ പൂക്കളും മത്തൻ പൂക്കളും നിരീക്ഷിക്കൂ. അവയുടെ കേസരപുടം, ജനിപുടം എന്നീ ഭാഗങ്ങൾ കണ്ടെത്തൂ. 2 പൂക്കളിലും കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ തന്നെയാണോ കാണുന്നത്? അല്ല. വെണ്ടയില് രണ്ടും ഒരു പൂവിൽ തന്നെയാണ് കാണുന്നത്. എന്നാൽ മത്തനിൽ രണ്ടും 2 പൂവിലാണ് കാണുന്നത്. 2 പൂക്കളും ഇക്കാര്യത്തിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? നോക്കിക്കേ, നമുക്കവിടെ വെണ്ടയുടെ പൂവും മത്തൻ പൂക്കളും തന്നിട്ടുണ്ട്. നിങ്ങളുടെ കണ്ടെത്തലുകൾ പട്ടികപ്പെടുത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം വെണ്ടയുടെ പൂവില് കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ തന്നെ കാണുന്നു. മത്തൻ പൂവിൽ കേസരപുടവും ജനിപുടവും വ്യത്യസ്ത പൂക്കളിലാണ് കാണുന്നത്. കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ കാണപ്പെടുന്ന സസ്യങ്ങളുണ്ട്. കേസരപുടവും ജനിപുടവും പ്രത്യേകം പൂക്കളിൽ കാണപ്പെടുന്ന സസ്യങ്ങളും ഉണ്ടെന്ന് പട്ടിക വിശകലനം ചെയ്തതിലൂടെ മനസ്സിലായില്ലേ? കേസരപുടം മാത്രം കാണപ്പെടുന്ന പൂക്കളാണ് ആൺപൂക്കൾ. എന്താണ് പെൺപൂവ്? ചർച്ച ചെയ്യൂ. കേസരപുടവും ജനിപുടവും ഒരേ ചെടിയിൽ കാണപ്പെടുന്ന പൂക്കളാണ്, അല്ലെങ്കിൽ ഒരേ പൂക്കളിൽ കാണപ്പെടുന്ന പൂക്കളാണ് എന്ത്? പെൺപൂവ്. ആൺപൂവിനെയും പെൺപൂവിനെയും ഏകലിംഗ പുഷ്പങ്ങൾ എന്ന് വിളിക്കാമോ? ആൺപൂവിനെ നമുക്ക് ഏകലിംഗ പുഷ്പം എന്ന് വിളിക്കാം. പെൺപൂക്കളെ നമുക്ക് ദ്വിലിംഗ പുഷ്പം എന്നേ വിളിക്കാവൂ. മത്തന്റെ പൂക്കൾ ഏകലിംഗ പുഷ്പങ്ങളാണോ? ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. മത്തന് ആൺപൂവും പെൺപൂവും വേറെ വേറെയാണ്, അതുകൊണ്ട് അത് ദ്വിലിംഗ പുഷ്പമാണ്. വെണ്ടയുടെ പൂവിൽ കേസരപുടവും ജനിപുടവും ഒരേ പൂവിലാണ് കാണപ്പെടുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തിയല്ലോ. വെണ്ടയുടെ പൂവ് ഏകലിംഗ പുഷ്പമാണോ ദ്വിലിംഗ പുഷ്പമാണോ? ദ്വിലിംഗ പുഷ്പമാണ്. കാരണം അതിൽ കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ തന്നെയാണ് കാണപ്പെടുന്നത്. ഏകലിംഗ പുഷ്പങ്ങളും ദ്വിലിംഗ പുഷ്പങ്ങളും. കേസരപുടം, ജനിപുടം ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രം കാണപ്പെടുന്ന പൂക്കളാണ് ഏകലിംഗ പുഷ്പങ്ങൾ. ഒരു പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണപ്പെടുന്നതാണ് ദ്വിലിംഗ പുഷ്പങ്ങൾ. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള പൂക്കൾ നിരീക്ഷിച്ച് ഏകലിംഗ പുഷ്പങ്ങളെയും ദ്വിലിംഗ പുഷ്പങ്ങളെയും കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ, ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. ഏകലിംഗ പുഷ്പങ്ങൾക്ക് ഉദാഹരണമാണ് പാവൽ, മത്തൻ, പടവലം തുടങ്ങിയവ. ദ്വിലിംഗ പുഷ്പങ്ങൾക്ക് ഉദാഹരണമാണ് ചെമ്പരത്തി, വെണ്ടയ്ക്ക, റോസ് തുടങ്ങിയ ചെടികൾ. നിങ്ങൾ നിരീക്ഷിച്ച പൂക്കളിൽ ഏകലിംഗ പുഷ്പങ്ങളാണോ ദ്വിലിംഗ പുഷ്പങ്ങളാണോ കൂടുതൽ? ചർച്ച ചെയ്യും. അപ്പൊ മക്കൾ ഏതൊക്കെ ചെടികൾ നിരീക്ഷിച്ചിട്ടുണ്ടോ അതിൽ ഏതാണോ കൂടുതലുള്ളത് അത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ചെടികളിലും ആണും പെണ്ണും, ആൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളും പെൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളും ഉണ്ടാകുമോ? ചർച്ച ചെയ്യൂ. ആൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളും പെൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ആൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളെ ആൺ സസ്യങ്ങളെന്നും പെൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളെ പെൺ സസ്യങ്ങളെന്നും പറയുന്നു. ഏകലിംഗ സസ്യങ്ങളും ദ്വിലിംഗ സസ്യങ്ങളും. ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലാണ് കാണുന്നതെങ്കിൽ അത്തരം സസ്യങ്ങളെ ഏകലിംഗ സസ്യങ്ങൾ എന്ന് പറയുന്നു. ഏകലിംഗ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഈന്തപ്പന, കുടംപുളി, ജാതി, പപ്പായ എന്നിവ. ഒരു സസ്യത്തിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും കാണപ്പെടുന്ന സസ്യങ്ങളാണ് ദ്വിലിംഗ സസ്യങ്ങൾ. വെള്ളരി, മത്തൻ, കുമ്പളം, പടവലം, തെങ്ങ് തുടങ്ങിയവ ദ്വിലിംഗ സസ്യങ്ങളാണ്. ഏകലിംഗ സസ്യങ്ങൾക്കും ദ്വിലിംഗ സസ്യങ്ങൾക്കും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതൂ.
ഏകലിംഗ സസ്യങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ ചീര, ശതാവരി, മുള്ളാത്ത തുടങ്ങിയവയാണ്. ദ്വിലിംഗ സസ്യങ്ങൾക്കുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ ചോളം, ആവണക്ക്, മാവ്, വാഴ തുടങ്ങിയവയാണ്. പൂക്കളിലെ പ്രത്യുൽപാദന അവയവങ്ങളെക്കുറിച്ചും അവയുടെ ധർമ്മങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തല്ലോ. പൂവിൽ നിന്ന് വിത്ത് ഉണ്ടാകണമെങ്കിൽ പുംബീജവും അണ്ഡവും യോജിക്കേണ്ടേ? എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? പുംബീജം പരാഗരേണുക്കളിലും അണ്ഡം അണ്ഡാശയത്തിലുമാണ് കാണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയല്ലോ. പുംബീജവും അണ്ഡവും തമ്മിൽ യോജിക്കണമെങ്കിൽ പരാഗരേണുക്കൾ ജനിപുടത്തിലെ പരാഗണ സ്ഥലത്ത് പതിക്കേണ്ടതില്ലേ? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അതിനാണ് നമ്മൾ എന്ത് നടക്കുന്നത്? പരാഗണം സസ്യങ്ങളിൽ നടക്കുന്നത്. എന്താണ് പരാഗണം എന്ന് നോക്കാം. പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം. പൂക്കളുടെ കൂട്ടുകാർ. നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ആദ്യത്തെ ചിത്രത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? പൂവിൽ നിന്ന് ഒരു കുരുവി തേൻ കുടിക്കുന്നതാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ പൂവിൽ ഒരു പൂമ്പാറ്റ വന്നിരിക്കുന്നതാണ് അല്ലെ. പ്രാണികളും പക്ഷികളും പൂക്കളിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാകാം? നിങ്ങളുടെ ഊഹം കുറിക്കൂ. പൂക്കളുടെ നിറം, സുഗന്ധം, തേൻ എന്നിവയാണ്. ഇവ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്നത് കൊണ്ട് പൂക്കൾക്ക് എന്താണ് പ്രയോജനം? പ്രാണികളും പക്ഷികളും തേൻ കുടിക്കാൻ പൂക്കളിലെത്തുമ്പോൾ അവയുടെ ശരീരത്തിൽ പൂമ്പൊടി പറ്റിപ്പിടിക്കുകയും പിന്നീട് മറ്റു പൂക്കൾ പോകുമ്പോൾ ആ പൂമ്പൊടി അവിടെ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പരാഗണം നടക്കുന്നതാണ് ഇവയ്ക്കുള്ള പ്രത്യേകത അല്ലെങ്കിൽ സഹായം എന്ന് പറയുന്നത്. ഏതെല്ലാം ഘടകങ്ങളാണ് പരാഗണത്തെ സഹായിക്കുന്നത്? പ്രാണികളും പക്ഷികളും പരാഗണത്തെ സഹായിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഇവ പരാഗണകാരികളാണ്. അപ്പൊ പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് പ്രാണികൾ, അതായത് തേനീച്ച, ചിത്രശലഭം, വണ്ട് തുടങ്ങിയവ. പിന്നെ കിളികൾ, വവ്വാലുകൾ, ചില മൃഗങ്ങളും സഹായിക്കുന്നുണ്ട്. പ്രാണികളും പക്ഷികളും മാത്രമാണോ പരാഗണത്തെ സഹായിക്കുന്നത്? അല്ല. ജീവികളെ കൂടാതെ പരാഗണത്തിന് സഹായിക്കുന്ന ഏതെല്ലാം പരാഗണകാരികളുണ്ട്? കാറ്റ്, ജലം തുടങ്ങിയ പരാഗണകാരികളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. കാറ്റ് വഴിയും ജലം വഴിയും ഒക്കെ പരാഗണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവയും എന്താണ്? പരാഗണകാരികളാണ്. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് പരാഗണകാരികളെ കണ്ടെത്തി എഴുതൂ. അപ്പോൾ കുരുമുളക് പറയുന്നത് നോക്കൂ, ഞങ്ങളിൽ പരാഗണം നടക്കാൻ ജലം ആവശ്യമാണ്. അപ്പോൾ കുരുമുളകിലെ പരാഗണകാരി എന്ന് പറയുന്നത് ജലമാണ്. നെല്ല് പറയുന്നത് നോക്കൂ, ഞങ്ങളിൽ കാറ്റ് വഴിയാണ് പരാഗണം നടക്കുന്നത്. ഭാരം കുറഞ്ഞ ധാരാളം പരാഗരേണുക്കൾ ഉള്ളതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്. അതുകൊണ്ട് നെല്ലിലെ പരാഗണകാരി കാറ്റാണ്. ഈ രീതിയിൽ പരാഗണം നടത്തുന്ന സസ്യങ്ങളിൽ പരാഗണകാരികളെ ആകർഷിക്കുന്നതിന് നിറം, തേൻ, മണം തുടങ്ങിയ ഘടകങ്ങൾ ആവശ്യമുണ്ടോ? നിങ്ങളുടെ നിഗമനം ശാസ്ത്രപുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. അപ്പൊ ജലം, കാറ്റ് തുടങ്ങിയ അജൈവ ഘടകങ്ങൾ വഴിയാണ് പരാഗണം നടക്കുന്നതെങ്കിൽ അതിന് മണം, നിറം, തേൻ തുടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ആവശ്യമായിട്ട് വരുന്നില്ല. ഏതെല്ലാം പരാഗണകാരികളാണ് നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ടത്? പ്രാണികൾ, പക്ഷികൾ, കാറ്റ്, ജലം തുടങ്ങിയവ പരിചയപ്പെട്ടു അല്ലെ. ഇനി നമുക്കിവിടെ വാനിലയുടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് വാനില. ഈ സസ്യത്തിന്റെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. വാനിലയിൽ പരാഗണം നടത്തുന്നത് ഒരിനം തേനീച്ചയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ തേനീച്ച ഇല്ലാത്തതിനാൽ കർഷകർ തന്നെ പൂക്കളിൽ കൃത്രിമമായി പരാഗണം നടത്തിയാണ് വിത്തുൽപാദിപ്പിക്കുന്നത്. ഇനി എന്താണ് സ്വപരാഗണവും എന്താണ് പരപരാഗണവും എന്ന് നോക്കാം. ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഏതെല്ലാം രീതിയിലാണ് പരാഗണം നടക്കാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കൂ. ഒന്നാമത്തെ ചിത്രത്തിൽ നോക്കൂ, ഒരു സസ്യത്തിലെ ഒരു പൂവിൽ നിന്ന് അതേ പൂവിലേക്ക് തന്നെ പരാഗണം നടക്കുന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു സസ്യത്തിലെ ഒരു പൂവും മറ്റൊരു പൂവും തമ്മിൽ പരാഗണം നടക്കുന്നു. മൂന്നാമത്തെ ചിത്രത്തിൽ രണ്ട് വ്യത്യസ്ത സസ്യങ്ങളിലെ രണ്ട് പൂക്കൾക്കിടയിലാണ് പരാഗണം നടക്കുന്നത്. ഒന്നാമത്തെ ചിത്രത്തിൽ ഒരു പൂവിന്റെ പരാഗരേണുക്കൾ അതേ പൂവിന്റെ പരാഗണ സ്ഥലത്ത് തന്നെയാണ് പതിക്കുന്നത്. രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു സസ്യത്തിലെ ഒരു പൂവിന്റെ പരാഗരേണുക്കൾ അതേ സസ്യത്തിലെ മറ്റൊരു പൂവിലെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് കാണുന്നത്. ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിന്റെ പരാഗണ സ്ഥലത്തോ അതേ ചെടിയിലെ മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്തോ പതിക്കുന്നതാണ് സ്വപരാഗണം. ഒരു പൂവിൽ നിന്ന് പരാഗരേണുക്കൾ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരപരാഗണം. നിങ്ങൾ നിരീക്ഷിച്ച ചിത്രങ്ങളിൽ ഏതൊക്കെ പൂക്കളിലാണ് സ്വപരാഗണം നടക്കുന്നത്, ഏതിലാണ് പരപരാഗണം നടക്കുന്നതെന്ന് കണ്ടെത്തി എഴുതൂ. പരാഗണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്ത് ശരിയായവയ്ക്ക് നേരെ ടിക്കടയാളം ഇടാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ കണ്ട ചിത്രങ്ങളിൽ ചിത്രം 1ലും 2ലും സ്വപരാഗണമാണ് നടക്കുന്നത്. ചിത്രം 3ൽ പരപരാഗണമാണ് നടക്കുന്നത്. ഇനി പരാഗണത്തെ കുറിച്ച് തന്നിട്ടുള്ള പ്രസ്താവനകൾ നോക്കൂ. ഏകലിംഗ സസ്യങ്ങളിൽ പരപരാഗണം മാത്രം നടക്കുന്നു.
ഇത് ശരിയായ പ്രസ്താവനയാണ്. കാരണം എന്താണ്? ഏകലിംഗ സസ്യം എന്ന് പറയുമ്പോൾ അതിൽ ഒന്നുകിൽ ഒരു ആൺപൂവോ അല്ലെങ്കിൽ ഒരു പെൺപൂവോ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം അതിൽ പരാഗണം നടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റൊരു സസ്യത്തിൽ നിന്നുള്ള എന്താണ് പരാഗരേണുക്കൾ വരേണ്ടതായിട്ടുണ്ട് അല്ലേ? അപ്പം അതുകൊണ്ട് അത് ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ദ്വിലിംഗ സസ്യങ്ങളിൽ പരപരാഗണം മാത്രമാണ് നടക്കുന്നത്. ഇപ്പൊ ദ്വിലിംഗ സസ്യം എന്ന് പറയുമ്പോൾ ആൺപൂവും പെൺപൂവും ഉണ്ടായിരിക്കും അതേ സസ്യത്തിൽ തന്നെ. അപ്പോൾ അവിടെ സ്വപരാഗണവും പരപരാഗണവും നടക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു പൂവിൽ നിന്ന് അതേ പൂവിലേക്ക് തന്നെ പരാഗണം നടക്കാനുണ്ട്. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ചെടിയിലെ പൂവിൽ നിന്ന് പൂമ്പൊടി വന്ന് ഈ ചെടിയിൽ, അതായത് ആൺപൂവാണോ പെൺപൂവാണോ അതിലേക്ക് വന്നിട്ട് പരാഗണം നടക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അത് തെറ്റാണ്. 3, ദ്വിലിംഗ പുഷ്പങ്ങളിൽ സ്വപരാഗണവും പരപരാഗണവും നടക്കുന്നുണ്ട്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കാരണം ദ്വിലിംഗ പുഷ്പം എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ടായിരിക്കും? ആൺലിംഗവും ഉണ്ടായിരിക്കും പെൺലിംഗവും ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അത് രണ്ടും തമ്മിൽ, അതായത് ഒരു പുഷ്പത്തിൽ നിന്ന് ആ പരാഗരേണുക്കൾ അതേ പൂവിൽ തന്നെ പതിക്കാനും സാധ്യതയുണ്ട്. അതേസമയം എന്താ പറയുക, മറ്റൊരു ലിംഗം കൂടെ ഉണ്ടായതിനാൽ പരപരാഗണവും നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും ശരിയാണ്. പരപരാഗണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രകൃതി. സസ്യങ്ങളിൽ മെച്ചപ്പെട്ടതും വൈവിധ്യമാർന്നതുമായ ഇനങ്ങൾ ഉണ്ടാകുന്നതിന് പ്രകൃതി തന്നെ സ്വപരാഗണത്തെ തടഞ്ഞ് പരപരാഗണത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ചില സസ്യങ്ങളിലെ പൂക്കളിൽ ആൺ പെൺ ലിംഗാവയവങ്ങൾ വ്യത്യസ്ത സമയത്താണ് പാകമാകുന്നത്. ഉദാഹരണത്തിന് സൂര്യകാന്തിയിൽ കേസരം പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷമാണ് ജനിപുടത്തിന്റെ വളർച്ച പൂർണ്ണമാകുന്നത്. അവക്കാഡോയിൽ ജനിപുടത്തിന്റെയും കേസരത്തിന്റെയും വളർച്ച പൂർത്തിയാകുന്നത് വ്യത്യസ്ത സമയങ്ങളിലാണ്. മേന്തോന്നിയിൽ സ്വപരാഗണം തടയുന്നതിനായി കേസരവും ജനിപുടവും 2 ദിശയിൽ കാണപ്പെടുന്നു. ഇനി പരാഗണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. പരാഗണത്തിന് ശേഷം പരാഗരേണുവിന് എന്താണ് സംഭവിക്കുന്നത്? നൽകിയിരിക്കുന്ന കുറിപ്പ് വിശകലനം ചെയ്ത് പരാഗണത്തിന് ശേഷം നടക്കുന്ന പ്രക്രിയകൾ എഴുതൂ. ചർച്ചാ സൂചകങ്ങളും പ്രയോജനപ്പെടുത്തുമല്ലോ. ബീജസങ്കലനം. പരാഗണത്തിനു ശേഷം പരാഗരേണു ജനിതണ്ടിലൂടെ അണ്ഡാശയത്തിലേക്ക് ഒരു നാളിയായി വളരുന്നു. ഈ നാളിയിലൂടെ പുംബീജം അഥവാ ആൺബീജം എന്ത് ചെയ്യുന്നു? അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായി കൂടിച്ചേരുന്നു. പുംബീജം അണ്ഡവുമായി ചേർന്ന് സിക്താണ്ഡം ഉണ്ടാകുന്ന അഥവാ സൈഗോട്ട് ഫോം ചെയ്യുന്ന പ്രക്രിയയാണ് ബീജസങ്കലനം. ഇനി നമുക്ക് തന്നിട്ടുള്ള ചർച്ചാ സൂചകങ്ങൾ എന്തൊക്കെയാണ്? പരാഗണത്തിന് ശേഷം പരാഗരേണുവിന് എന്ത് സംഭവിക്കുന്നു? പരാഗരേണു ജനിതണ്ടിലൂടെ അണ്ഡാശയത്തിലേക്ക് ഒരു നാളിയായി വളരുന്നു. പരാഗണ രേണുവിലെ പുംബീജം അണ്ഡാശയത്തിലെത്തുന്നത് എങ്ങനെയാണ്? എന്താ പറയുക, ഈ നാളിയിലൂടെയാണ് പുംബീജം അണ്ഡാശയത്തിലെത്തുന്നത്. എന്താണ് ബീജസങ്കലനം? പുംബീജം അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായി കൂടിച്ചേർന്ന് സിക്താണ്ഡമാവുന്ന പ്രക്രിയയാണ് ബീജസങ്കലനം. ബീജസങ്കലനം നടന്ന അണ്ഡം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ബീജസങ്കലനം നടന്ന അണ്ഡം സിക്താണ്ഡം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബീജസങ്കലനത്തിനു ശേഷം തക്കാളിയുടെ പൂവിനുണ്ടാകുന്ന മാറ്റങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. ചിത്രം വിശകലനം ചെയ്ത് താഴെ പറയുന്ന ഭാഗങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ചർച്ച ചെയ്ത് എഴുതൂ. ദളങ്ങൾ കൊഴിഞ്ഞു പോകുന്നു. കേസരപുടം കൊഴിഞ്ഞു പോകുന്നു. അണ്ഡാശയം വലുതായി കായായി മാറുന്നു. പൂഞ്ഞെട്ട് കായയുടെ ഞെട്ടായി മാറുന്നു. വിതളങ്ങൾ കായയുടെ ചുവട്ടിൽ കാണുന്നു, അതായത് കായയുടെ ചുവട്ടിൽ കപ്പ് പോലെ കാണുന്നു. ബീജസങ്കലനത്തിനു ശേഷം സിക്താണ്ഡം ഭ്രൂണമായും ഒവ്യൂൾ വിത്തായും അണ്ഡാശയം ഫലമായും മാറുന്നു. ഫലങ്ങൾ. ബീജസങ്കലനത്തിനു ശേഷം അണ്ഡാശയം വളർന്നാണല്ലോ ഫലം ഉണ്ടാകുന്നത്. അണ്ഡാശയത്തിന്റെ എണ്ണവും ഫലത്തിന്റെ എണ്ണവും തമ്മിൽ ബന്ധമുണ്ടോ? ചിത്രം നോക്കൂ. ഇവിടെ നമുക്കൊരു പാവലിന്റെ പൂവാണ് തന്നിട്ടുള്ളത്. പാവലിന്റെ പൂവിന് ഒരു അണ്ഡാശയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് എത്ര ഫലങ്ങൾ ഉണ്ടാവും? ഒരു പഴം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലേ? പാവലിന്റെ പൂവിനെ പോലെ മാങ്ങ, വെണ്ട, പയർ, പപ്പായ എന്നിവയുടെ പൂക്കളിലും ഒരു അണ്ഡാശയം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് വളർന്ന് ഒരു ഫലം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം ഉണ്ടാകുന്നതാണ് ലഘുഫലം. ലഘുഫലങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താമല്ലോ. ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകും. സീതപ്പഴത്തിന്റെ പൂവിൽ ഒന്നിലധികം അണ്ഡാശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സീതപ്പഴത്തിന് എന്താണ്? ഉള്ളിൽ ഒന്നിലധികം ഫലങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നിലധികം ഫലങ്ങളും ഉണ്ടാകുമെന്ന് മനസ്സിലായില്ലേ? ഒന്നിലധികം അണ്ഡാശയങ്ങളുള്ള ഒരു പൂവിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളാണ് പുഞ്ചഫലങ്ങൾ. സീതപ്പഴം പുഞ്ചഫലമാണ്. പുഞ്ചഫലങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. അതിനുദാഹരണമാണ് സ്ട്രോബെറി, റാസ്ബെറി, ബ്ലൂബെറി തുടങ്ങിയിട്ടുള്ളവയൊക്കെ. വിത്തില്ല ഫലങ്ങൾ. ബീജസങ്കലനം നടക്കാതെ ചില സന്ദർഭങ്ങളിൽ അണ്ഡാശയം ഫലമായി മാറാറുണ്ട്.
ഇത്തരം ഫലങ്ങളിൽ വിത്തുണ്ടാവുകയില്ല. പാർത്തനോകാർപ്പി എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. വിത്തില്ലാ ഫലങ്ങൾ പ്രകൃതിദത്തമായി ഉണ്ടാകാറുണ്ട്. കൃത്രിമമായും അവയെ ഉണ്ടാക്കാറുണ്ട്. വാഴപ്പഴം, കൈതച്ചക്ക എന്നിവ ഇത്തരം പ്രകൃതിദത്ത ഫലങ്ങളാണ്. മുന്തിരി, തക്കാളി, തണ്ണിമത്തൻ എന്നിവയുടെ വിത്തില്ലാത്ത ഇനങ്ങൾ കൃത്രിമമായി നാം വികസിപ്പിച്ചിട്ടുണ്ട്. പൂങ്കുലകൾ. പൂങ്കുലകളിൽ ഫലമുണ്ടാകുന്നത് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? ഇവിടെ മാവിന്റെ പൂങ്കുലയും അതിൽ നിന്ന് മാങ്ങ ഉണ്ടാകുന്നതും കാണിച്ചിട്ടുണ്ട്. അതുപോലെ വാഴയുടെ പൂങ്കുലയിൽ നിന്ന് വാഴപ്പഴം ഉണ്ടാകുന്നതും കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പ്ലാവിന്റെ പൂങ്കുലയിൽ നിന്ന് ചക്ക ഉണ്ടാകുന്നത്. മാവിന്റെ പൂങ്കുലയിലെ ഓരോ പൂവും ഓരോ മാങ്ങയായി മാറുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാഴയുടെ പൂങ്കുലയിലും ഓരോ പൂവും ഫലമായി മാറുന്നു. എന്നാൽ ഇതുപോലെയാണോ പ്ലാവിന്റെ പൂങ്കുലയിൽ സംഭവിക്കുന്നത്? അല്ല, അല്ലെ? പ്ലാവിന്റെ പൂങ്കുലയിൽ എങ്ങനെയാണ് മക്കളെ സംഭവിക്കുന്നത്? മാവ്, വാഴ എന്നിവയുടെ പൂങ്കുലകളിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ വേറിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ പ്ലാവിന്റെ പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഫലങ്ങളെല്ലാം കൂടിച്ചേർന്ന് ഒറ്റ ഫലമായി മാറുന്നു. അതായത് ചക്കയിൽ എങ്ങനെയാണ് ഒരുപാട് ചക്കച്ചുളകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ അത് എല്ലാം കൂടെ കൂടി ചേർന്നിട്ടാകെ ഒരൊറ്റ ഫലമായാണ് കാണുന്നത്. ഒരു പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഒന്നിലധികം ഫലങ്ങൾ കൂടിച്ചേർന്ന് ഒറ്റ ഫലമാകുന്നതാണ് സംയുക്ത ഫലം. കൈതച്ചക്ക, ആഞ്ഞിലിച്ചക്ക, ശീമച്ചക്ക എന്നിവ സംയുക്ത ഫലങ്ങളാണ്. അപ്പൊ നമ്മൾ ലഘുഫലം പഠിച്ചു, പുഞ്ചഫലം പഠിച്ചു, സംയുക്ത ഫലവും പഠിച്ചു. ഇനി എന്താണ് കപട ഫലങ്ങൾ എന്ന് നോക്കാം. നാം കാണുന്ന എല്ലാ ഫലങ്ങളും അണ്ഡാശയം വളർന്നാണോ ഉണ്ടാകുന്നത്? കശുമാങ്ങയുടെ കാര്യമെടുത്താലോ? ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഏതു ഭാഗമാണ് കശുമാങ്ങയിൽ ഫലം പോലെയായത്? മറ്റു ഫലങ്ങളിൽ നിന്ന് കശുമാങ്ങയ്ക്ക് എന്ത് വ്യത്യാസമാണ് ഉള്ളത്? സാധാരണ ഫലങ്ങൾ അണ്ഡാശയത്തിൽ നിന്നാണ് വികസിക്കുന്നത്. എന്നാൽ കശുമാങ്ങ പൂങ്കുലത്തണ്ടിൽ നിന്നാണ് വികസിക്കുന്നത്. അതിനാൽ ഇതൊരു കപട ഫലമായി കണക്കാക്കപ്പെടുന്നു. കശുമാങ്ങയുടെ യഥാർത്ഥ ഫലം അതിന്റെ പുറത്തുള്ള കശുവണ്ടി പരിപ്പാണ്. മറ്റു ഫലങ്ങളിൽ നിന്ന് സാധാരണയായി വിത്ത് ഫലത്തിനുള്ളിൽ കാണപ്പെടുന്നു. സാധാരണ പൂക്കളിൽ അണ്ഡാശയം വളർന്നാണ് ഫലമുണ്ടാകുന്നത്. ചില സസ്യങ്ങളിൽ അണ്ഡാശയം അല്ലാതെ പൂവിലെ മറ്റു ഭാഗങ്ങളും ഫലമായി മാറുന്നു. ഇവയാണ് കപട ഫലങ്ങൾ. കശുമാങ്ങയിൽ പൂഞ്ഞെട്ട് വളർന്നാണ് ഫലമാകുന്നത്. കപട ഫലങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ആപ്പിള്, സബർജലി തുടങ്ങിയവയ്ക്ക് കപട ഫലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ആപ്പിളും സബർജലിയും നിങ്ങൾ കഴിച്ചിട്ടുണ്ടല്ലോ. ഇവയും കപട ഫലങ്ങളാണ്. ഇവയുടെ പുഷ്പാസനം വളർന്ന് ഫലമായി മാറുന്നു. എന്തുകൊണ്ടായിരിക്കാം അവയെ കപട ഫലങ്ങൾ എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? അതായത് സാധാരണ എല്ലാത്തിലും പൂക്കളിൽ അണ്ഡാശയം വളർന്നാണ് ഫലം ഉണ്ടാകുന്നത്. എന്നാൽ ഇവയിൽ അണ്ഡാശയമല്ല, അതിന് പകരമായിട്ട് സസ്യങ്ങളിലെ മറ്റു ഭാഗങ്ങളാണ് ഫലമായി മാറുന്നത്. അതുകൊണ്ടാണ് കപട ഫലം എന്ന് വിളിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന ഫലങ്ങൾ തരംതിരിച്ച് പട്ടികപ്പെടുത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. മാങ്ങ, കൈതച്ചക്ക, പപ്പായ, സീതപ്പഴം, കശുമാങ്ങ, സ്ട്രോബെറി, പേരയ്ക്ക, ചാമ്പയ്ക്ക, അരണമരക്കായ, ആപ്പിൾ, ശീമച്ചക്ക. ഇതിനെ ലഘുഫലം, പുഞ്ചഫലം, സംയുക്ത ഫലം, കപടഫലം എന്നിങ്ങനെ വേർതിരിക്കണം. ഇതുകൂടാതെ ഇവ ഓരോന്നിനും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പട്ടിക വിപുലീകരിക്കാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നൽകിയിരിക്കുന്നവയിൽ ലഘുഫലങ്ങൾക്ക് ഉദാഹരണങ്ങൾ മാങ്ങ, പപ്പായ, പേരയ്ക്ക, ചാമ്പയ്ക്ക, അരണമരക്കായ തുടങ്ങിയവയാണ്. പുഞ്ചഫലങ്ങൾക്ക് ഉദാഹരണം സ്ട്രോബെറി, സീതപ്പഴം തുടങ്ങിയവയാണ്. പിന്നെ സംയുക്ത ഫലങ്ങൾക്കുള്ള ഉദാഹരണങ്ങൾ കൈതച്ചക്കയും ശീമച്ചക്കയുമാണ്. കശുമാങ്ങയും ആപ്പിളും കപട ഫലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ലഘുഫലത്തിന് മറ്റൊരു ഉദാഹരണമായിട്ട് നമുക്ക് തക്കാളി, ചെറി എന്നിവ എഴുതാം. അതുപോലെ പുഞ്ചഫലത്തിന് ഉദാഹരണങ്ങളായിട്ട് റാസ്ബെറിയും ബ്ലാക്ക്ബെറിയും എഴുതാം. പിന്നെ സംയുക്ത ഫലങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് കൈതച്ചക്കയും മൾബറിയും എഴുതാം. അതുപോലെ കപട ഫലത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് എഴുതാം. പുഷ്പകൃഷി. പൂക്കൾ കൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട്? കണ്ണിന് കുളിർമ തരുന്നത് മാത്രമാണോ അതിന്റെ പ്രയോജനം? താഴെ കൊടുത്തിരിക്കുന്ന പദസൂര്യൻ പൂർത്തിയാക്കൂ. പൂക്കളുടെ ഉപയോഗങ്ങൾ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. പൂക്കളുടെ ഉപയോഗങ്ങളാണ് തന്നിട്ടുള്ളത്. അതിൽ 2 നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഒന്ന് മരുന്നിന് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൂടാതെ പൂക്കളെ കൊണ്ടുള്ള മറ്റ് പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? സൗന്ദര്യവർദ്ധക വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അലങ്കാരത്തിന് ഉപയോഗിക്കാറുണ്ട്, സുഗന്ധദ്രവ്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ മതപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മുടെ പൂജ, ആരാധനാലയങ്ങളിലൊക്കെ പൂജയ്ക്കും മറ്റുമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ. നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ വ്യത്യസ്ത ഉപയോഗമുള്ള പൂച്ചെടികൾ ഉണ്ടോ എന്ന് പരിശോധിക്കൂ. ഇല്ലെങ്കിൽ അവ ഉൾപ്പെടുത്തി ഉദ്യാനം സമ്പുഷ്ടമാക്കാൻ ശ്രദ്ധിക്കുമല്ലോ. പൂക്കൾ വ്യാവസായികമായി വളർത്തുന്നത് ആദായകരമല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾ പൂക്കൾ കൃഷി ചെയ്യുന്ന തോട്ടങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ?
പല നിറത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങൾ കാണാൻ എന്തു ഭംഗിയാണ്. മക്കൾ കണ്ടിട്ടില്ലെങ്കിൽ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ സ്കൂളിൽ അധ്യാപകരുടെ സഹായത്തോടെയൊക്കെ തൊട്ടടുത്തുള്ള പുഷ്പകൃഷി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാനായിട്ട് ശ്രമിക്കണേ. ഫ്ലോറികൾച്ചർ, പൂച്ചെടികൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വളർത്തി പരിപാലിക്കുന്നതാണ് പുഷ്പകൃഷി അഥവാ ഫ്ലോറികൾച്ചർ. പുഷ്പങ്ങൾ കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാമാണ്? ആദ്യത്തേത് സാമ്പത്തിക നേട്ടങ്ങളാണ്. അതായത് പൂക്കൾ വിൽക്കുന്നതിലൂടെ കർഷകർക്ക് വരുമാനം ലഭിക്കുന്നു. പുഷ്പകൃഷി ഒരു പ്രധാന കാർഷിക വ്യവസായമായി ഇന്ന് മാറിയിട്ടുണ്ട്. പിന്നെ സൗന്ദര്യപരമായ മൂല്യം, പൂന്തോട്ടങ്ങളും പൂക്കളും പരിസരത്തിന് സൗന്ദര്യവും ആകർഷകത്വവും നൽകുന്നു. മൂന്നാമത്തെ ഒരു നേട്ടം എന്ന് പറയുന്നത് പാരിസ്ഥിതിക നേട്ടങ്ങളാണ്. പൂക്കൾ തേനീച്ചകളെയും മറ്റു പരാഗണകാരികളെയും ആകർഷിക്കുകയും ജൈവ വൈവിധ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തൊരു നേട്ടം മാനസിക ഉല്ലാസം നൽകുന്നു എന്നതാണ്. പൂന്തോട്ട പരിപാലനം മാനസിക പിരിമുറക്കം കുറയ്ക്കാനും സന്തോഷം നൽകാനും സഹായിക്കുന്നു. അവസാനമായി സാമൂഹിക പ്രാധാന്യവുമുണ്ട്. അതായത് മതപരമായ ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കും സമ്മാനങ്ങൾ നൽകാനും പൂക്കൾ ഉപയോഗിക്കുന്നു. ഇനി വാണിജ്യാവശ്യങ്ങൾക്കായി വളർത്തുന്ന പൂച്ചെടികൾ ഏതെല്ലാമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് വ്യാവസായികപരമായിട്ട് റോസ്, മുല്ല, ചെമ്പരത്തി, ഓർക്കിഡ്, ലില്ലി, ആന്തൂറിയം തുടങ്ങിയ പൂക്കളെല്ലാം വാണിജ്യാവശ്യങ്ങൾക്കായി വളർത്തുന്ന പൂച്ചെടികൾക്ക് ഉദാഹരണങ്ങളാണ്. ആന്തൂറിയം പുഷ്പകൃഷിയിൽ പ്രാധാന്യമുള്ള ഒരു സസ്യമാണ് ആന്തൂറിയം. ഇതിന്റെ ഏറ്റവും ആകർഷകമായ ഭാഗം രൂപാന്തരം പ്രാപിച്ച ഇലകളാണ്. പൂവിനോട് ചേർന്ന് കാണുന്ന ഇത്തരം നിറമുള്ള ഭാഗങ്ങളെ സഹപത്രം എന്നാണ് പറയുന്നത്. പരാഗണകാരികളെ ആകർഷിക്കുക എന്നതാണ് സഹപത്രങ്ങളുടെ ധർമ്മം. വാഴ, ബൊഗൈൻവില്ല എന്നീ സസ്യങ്ങളിലും ആകർഷകമായ സഹപത്രം കാണാൻ കഴിയും. പൂക്കൾ നമുക്ക് കണ്ണിന് കുളിർമ നൽകുന്ന മനോഹര കാഴ്ചകൾ മാത്രമല്ലെന്നും അതിന് മറ്റു പല പ്രയോജനങ്ങളുണ്ടെന്നും മനസ്സിലായില്ലേ? വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് സസ്യങ്ങളുടെ വംശം നിലനിർത്തുകയാണ് പൂക്കളുടെ പ്രധാന ധർമ്മം എന്ന് നിങ്ങൾ പഠിച്ചുവല്ലോ. സസ്യങ്ങളെയും പൂക്കളെയും നമുക്ക് സംരക്ഷിക്കാം. ഇനി നമുക്കിതിലെ തുടർ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. വിലയിരുത്താൻ ചോദ്യത്തിലെ ചോദ്യം 1, മാവ്, വാഴ, പ്ലാവ് എന്നീ സസ്യങ്ങളുടെ പൂവ്, ഫലം എന്നിവ താരതമ്യം ചെയ്ത് വ്യത്യാസങ്ങൾ എഴുതുക. ആദ്യം പൂക്കളിലെ വ്യത്യാസങ്ങൾ നോക്കാം. മാവിൽ ചെറുതും കൂട്ടമായി കാണുന്നതുമായ പൂക്കളാണുള്ളത്. വാഴയിൽ വാഴക്കൊമ്പിൽ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ട്. പ്ലാവിൽ ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ പൂങ്കുലകളായി കാണപ്പെടുന്നു. ഇനി ഫലങ്ങളിലെ വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്? മാങ്ങ ലഘുഫലമാണ്. വാഴപ്പഴം കൂട്ടമായി കാണപ്പെടുന്ന ഒരു ഫലമാണ് അഥവാ പുഞ്ചഫലമാണ്. ചക്ക ഒരു സംയുക്ത ഫലമാണ്. ചോദ്യം 2, താഴെ പറയുന്നവയിൽ തെങ്ങുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? എ, ഒരു ദ്വിലിംഗ സസ്യമാണ്. ബി, തെങ്ങിൽ ആൺപൂക്കളും പെൺപൂക്കളും പ്രത്യേകമായി കാണപ്പെടുന്നു. സി, പെൺപൂക്കളിൽ നിന്നാണ് തേങ്ങ ഉണ്ടാകുന്നത്. ഡി, കേസരപുടം, ജനിപുടം എന്നിവ ഒരേ പൂവിൽ കാണപ്പെടുന്നു. ഇതിൽ എ തെറ്റാണ്, യോജിക്കാത്ത പ്രസ്താവനയാണ്. കാരണം തെങ്ങ് ഒരു ഏകലിംഗ സസ്യമാണ്. പിന്നെ അതുപോലെ കേസരപുടവും ജനിപുടവും വ്യത്യസ്ത പൂക്കളിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഡിയും തെറ്റാണ്. ചോദ്യം 3, ശരിയായവ തമ്മിൽ വരച്ചു യോജിപ്പിക്കുക. പുഞ്ചഫലം എന്ന് പറഞ്ഞാൽ ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. സംയുക്ത ഫലം ഒരു പൂങ്കുലയിൽ നിന്ന് ധാരാളം ഫലങ്ങൾ ഉണ്ടാകുന്നു. അവയെല്ലാം ചേർന്ന് ഒരു ഫലം പോലെയാകുന്നു. ലഘുഫലം ഒരു പൂവിൽ നിന്ന് ഒരു ഫലം ഉണ്ടാകുന്നു. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ചെയ്ത് നോക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത ചോദ്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്